ലീഗിന്റെ വയനാട് ദുരന്തഭൂമി തട്ടിപ്പ് അന്വേഷിക്കണമെന്നതിൽ ആവശ്യമുയരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് എന്നിവർ ലീഗ് ഭൂമി തട്ടിപ്പ് കേസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നു. ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് 4 ഇരട്ടി അധികം വില കൊടുത്ത് ലീഗ് ഭൂമി വാങ്ങിയ സംഭവം കൈരളി TV ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ദുരന്തബാധിതരുടെ പേരിലാണ് പണം പിരിച്ചിട്ടുള്ളത്. ജനകീയമായിട്ടുണ്ടാക്കിയൊരു ഫണ്ടാണല്ലോ. ആ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അതിൽ അഴിമതി നടന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നം. ആ അഴിമതി സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അവരും പറയേണ്ടതുണ്ട്, ആവശ്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. 4 ഇരട്ടി വിലയിൽ ലീഗ് ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് ഭൂമി വിലക്കെടുത്തത് അന്വേഷിക്കണമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. ലീഗ് പണം പിരിച്ചത് ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് ജനങ്ങളിൽ നിന്നാണ്. ദുരന്തബാധിതർക്കായി സർക്കാരിലേക്ക് ജനങ്ങൾ നൽകുന്ന പണം തടഞ്ഞുവെച്ചുകൊണ്ടാണ് ലീഗ് സ്വന്തം നിലയിൽ പണം പിരിച്ചത്. ഇത് സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചന കൂടിയാണെന്നും റഫീഖ് പറഞ്ഞു. ജനങ്ങളുടെ പണമാണിത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. ഇത് മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു ഫണ്ടല്ല. പകരം ജനങ്ങളിൽ നിന്നും ദുരന്തബാധിതരെ സഹായിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് ക്യാമ്പയിൻ നടത്തി ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച തുകയായതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളെയും ദുരന്തബാധിതരെയും ആകെ വഞ്ചിക്കുന്ന വലിയ രൂപത്തിലുള്ള ഒരു ഇടപാടാണ് നടന്നിട്ടുള്ളത്. തൃക്കൈപ്പറ്റയിൽ ലീഗ് വാങ്ങിയ ഭൂമി ലീഗിലെ തന്നെ നേതാക്കളുടേതും ബന്ധുക്കളുടേതും ആയിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ കൈരളി TV പുറത്തുവിട്ടിരുന്നു. സെന്റിന് 22,956 രൂപ മാത്രം വില വരുന്ന ഭൂമിയാണ് 1,20,000 രൂപയ്ക്ക് വിലക്കെടുത്തത്. ലീഗിന്റെ തന്നെ ഭവന നിർമ്മാണ സമിതി അംഗമായിരുന്ന കല്ലങ്കോടൻ മൊയ്തുവിന്റെ 3 ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ 4 ഇരട്ടി വില അധികം കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. കൽപ്പറ്റ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലാണ് ഈ വിവരങ്ങളുള്ളത്. ദുരന്തബാധിതരെ സംരക്ഷിക്കാനെന്ന പേരിൽ സ്വന്തം കീശ വീർപ്പിക്കാനായി ലീഗ് നടത്തുന്ന കളികൾ പുറത്തുവരണമെന്നും CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.